ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ നന്നായിട്ട് ടയേർഡൊക്കെ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ പറഞ്ഞു നമുക്കൊരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുടിക്കാമെന്ന്. അപ്പോൾ അതാണ് അമ്മ ഈ അരിയുന്നത്. ക്യാരറ്റാണ്, തൊലിയാണെങ്കിൽ അരിഞ്ഞെടുക്കുകയാണ്. ക്യാരറ്റിൻ്റെ നമ്മൾ മൊത്തം അരിയാണ്. അപ്പോൾ തൊലിയും ഇനിയൊരു 4 ക്യാരറ്റും കൂടെ ബാക്കിയുള്ളൂ. ബാക്കി അമ്മ അരിഞ്ഞിട്ടുണ്ട്. അമ്മയാണെങ്കിൽ എൻ്റെ കൈ തന്നില്ല ഗൈസ്. ആ ക്യാരറ്റിൽ കുഞ്ഞു ഹോളുണ്ട്. ഞാൻ അത് വെച്ച് വെള്ളം വെച്ച് കളച്ചു. അപ്പോൾ ഗൈസ് ഇനി 2 ക്യാരറ്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ക്യാരറ്റും ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഞാൻ അത് അരിയാനായിട്ട് യൂസ് ചെയ്തൊരു കത്തി പോലത്തെ ഒരു സാധനമാണ്. ഞാനല്ല, അമ്മ. പിന്നെ അമ്മ ക്യാരറ്റിനെ ഒന്നും കൂടെ വാഷ് ചെയ്യാണ്. കണ്ടില്ലേ? അമ്മ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് അത് ഗൈസ്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തു. പിന്നെ അമ്മയാണെങ്കിൽ മിക്സിൻ്റെ പാർട്സ് ആണെങ്കിൽ വെക്കുകയാണ് ജ്യൂസ് അടിക്കാനായിട്ട്. കണ്ടില്ലേ? അമ്മ വെക്കട്ടെ. അമ്മ അങ്ങനെ വെച്ചു ഗൈസ്. പിന്നെ നമുക്ക് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനൽ ക്യാരറ്റ് അടിച്ചു കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ജ്യൂസ് തരുകയാണ്. അപ്പം ഞാൻ കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, ഒരു ലക്ഷ്യമില്ലായിട്ട് അതിന് നല്ല ടേസ്റ്റാണ്. രാത്രി ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കുടിച്ചായിരുന്നു ടയർഡായിട്ട് വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ഐറ്റംസ് എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ക്യാരറ്റിൻ്റെ തൊലി. അപ്പോൾ ഇതാണ് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് ബാക്കി വന്ന അതിൻ്റെ കൊത്ത്. അപ്പോൾ ഇതിനകത്തുള്ള ജ്യൂസ് എല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്ത് കുടിക്കണം. എന്നിട്ടാണെങ്കിൽ ഈ ബാക്കി വന്ന കണ്ടില്ലേ മൊത്തം ഡ്രൈ ആണ്. ഇതിൽ ഒരു വെള്ളത്തിൻ്റെ അംശം പോലും ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കാണെങ്കിൽ കോഴിക്ക് കൊടുക്കണം കുറച്ച് തീറ്റയാണ്. കണ്ടില്ലേ? അതിനെ കുറച്ച് ഇതിനകത്ത് തട്ടി കൊടുക്കാം. മതി. അപ്പോൾ ഇത്രയും തീറ്റ നമുക്ക് തീറ്റ തന്നെ മാറ്റി വയ്ക്കാം സൈഡിലേക്ക്. ഇനി നമുക്ക് ഈ 2 സാധനങ്ങളെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നമ്മളാണെങ്കിൽ നന്നായിട്ട് തീറ്റയും ഈ ക്യാരറ്റിൻ്റെ ബാക്കി വന്ന കൊത്തും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് പേരുണ്ട്, അവർക്കൊന്ന് കൊടുത്തിട്ട് വരാം. കൊണ്ടുപോയി അപ്പോൾ ഞാൻ കൊടുക്കാൻ പോണ ആൾക്കാർ ഭയങ്കര വിളിയാണ് ഇത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കണ്ട് ഇത് കൊടുത്ത് നമുക്കൊന്ന് പരിചയപ്പെടാമായിട്ട്. അപ്പോൾ അവർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി കാണാം. ഇതാണ് അതിഥികൾ. കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ്. അപ്പം നമ്മൾ എനിക്കൊന്ന് കൂടൊന്ന് തുറക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും വെളിയിലിറങ്ങി. അപ്പോൾ നമുക്ക് ഇതൊന്ന് കൊടുക്കാം. കണ്ടില്ലേ, അവരെല്ലാവരും ഭയങ്കര വെയിറ്റ്
ഇതാണ് നമ്മളുടെ കുഞ്ഞൻ മുയലുകൾ. അപ്പോൾ കണ്ടില്ലേ അവർ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടും തട്ടാം. ഇത് മുയലുകൾ മാത്രമേ കഴിക്കത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കോഴി തൊട്ട് ഗൈസ്. അപ്പോൾ നമ്മളൊന്ന് തട്ടാം. അപ്പോൾ നമ്മൾ 2 ആൾക്കാരും വന്നിട്ടുണ്ട്. മുയലുകളും കോഴിയും നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് വന്ന് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ഞാനാണെങ്കിൽ പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാണ് ഇതിൻ്റെ പേര് എന്ന്. എന്തൊക്കെയാണ് എൻ്റെ പേരെന്ന്. അപ്പോൾ ഇതിൽ ശകലം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പാത്രം മൊത്തവും കഴിഞ്ഞിട്ടുണ്ട് ഇട്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താൻ പോവുകയാണ്. കണ്ടില്ലേ ഇവൻ്റെ പുറം മൊത്തം ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കാണെങ്കിൽ അതൊന്ന് തട്ടിക്കളയാം. ഇതാണ് കുഞ്ഞപ്പൻ. ഇതാണ് എൻ്റെ കുഞ്ഞ മുയൽ. ഭയങ്കര ഓട്ടമാണ് അവൻ. ഇതാണ് ഇവൻ്റെ പേരാണ് ബണ്ണി. ഇതാണ് ഹണി. ആ 2 ആളും ഭയങ്കര പേടിയാണ്. ഇവൻ മാത്രമേ ഉള്ളതിൽ പേടി കുറഞ്ഞവൻ. ഭയങ്കര ഓട്ടമാണ്. കണ്ടില്ലേ. പിന്നെ ഇത് നമ്മളെ കോഴികളാണ്. അവർ കാണാതൊക്കെ പിടിച്ചാലേ അവരെ കിട്ടുകയുള്ളൂ, അല്ലാതെ അവർ ഓടിക്കളയും. കണ്ടില്ലേ. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരാളെ പിടിച്ച് അപ്പോൾ മുയലുകളാണെങ്കിൽ നിൽക്കുന്നില്ല പിടിക്കാനായിട്ട്. കുഞ്ഞപ്പൻ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മളെ കയ്യിലൊരു കോഴി വന്നിട്ടുണ്ട്. ഇവനാണ് നമ്മളുടെ ചാവൽ. അവനാകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവനെ റിലീസ് ചെയ്തപ്പോൾ ഇവനാണെങ്കിൽ കൊത്തി. പിന്നെ പോയതാണ് നമ്മളുടെ ടർക്കു. അപ്പോൾ അവൻ പിന്നെയും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറേ പേര് വെളിയിൽ ഇറങ്ങി നിൽക്കുന്നു. നോക്കിയേ, വെളിയിലൊക്കെ നിൽക്കുന്നു, ഓടയാണ്. കണ്ടില്ലേ, അവരാണെങ്കിൽ ഓടിക്കളിച്ചൊക്കെ വരികയാണ്. ഇവരുടെ കൂട്ടിൽ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കൂടാണ്. അപ്പോൾ ഇവർ മുട്ട ഇട്ടോന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവർ മുട്ട ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. അപ്പോൾ ഇത് അവനെ ഞാൻ പിടിച്ചു ഗൈസ്. ബണ്ണിനെ ഞാൻ പിടിച്ചു. അവനാണെങ്കിൽ നിർത്താതെ ഓടയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.